26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ സൗദി അറേബ്യയിലേക്കും കുവൈത്തിലേക്കുമുള്ള സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ് യുഎഇയിൽ നിന്നുള്ള വിമാനങ്ങൾ. എമിറേറ്റ്സ്, എത്തിഹാദ് എന്നീ വിമാനങ്ങൾ കുവൈത്തിലേക്കും സൗദിയിലേക്കുമുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായി അറിയിച്ചു. ദുബായ് കുവൈറ്റ് സെക്ടറിൽ 8 സർവീസുകളാണ് ഇന്ന് എമിറേറ്റ്സ് റദ്ദാക്കിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ സൗദി അറേബ്യയിലേക്കും കുവൈത്തിലേക്കുമുള്ള സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ് യുഎഇയിൽ നിന്നുള്ള വിമാനങ്ങൾ. എമിറേറ്റ്സ്, എത്തിഹാദ് എന്നീ വിമാനങ്ങൾ കുവൈത്തിലേക്കും സൗദിയിലേക്കുമുള്ള സർവീസ് താൽക്കാലികമായി റദ്ദാക്കിയതായി അറിയിച്ചു. ദുബായ് കുവൈറ്റ് സെക്ടറിൽ 8 സർവീസുകളാണ് ഇന്ന് എമിറേറ്റ്സ് റദ്ദാക്കിയത്. അബുദാബിയിൽ നിന്ന് കുവൈത്തിലേക്കുള്ള വിമാനം ഇന്നും നാളെയും റദ്ദാക്കിയതായും എത്തിഹാദ് എയർവേസ് അറിയിച്ചു. കുവൈത്തിലേക്കുള്ള സർവീസ് റദ്ദാക്കിയതായി എയർ അറേബ്യയും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടുവെന്ന് കുവൈത്ത് എയർവേസും അറിയിച്ചു. ഷാർജയിൽ നിന്ന് കുവൈത്തിലേക്കുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കി. തിരിച്ചുള്ള സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. എയർ അറേബ്യയുടെ അബുദാബി കുവൈത്ത് വിമാനവും റദ്ദാക്കി. ഇന്ന് മാത്രമല്ല, ചില വിമാനങ്ങൾ നാളെയും റദ്ദാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമേ വിമാനത്താവളത്തിൽ എത്താൻ പാടുള്ളൂ. സൗദി അറേബ്യയിലെ അബഹ വിമാനത്താവളത്തിലേക്കുള്ള ചില സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ദുബായ് അബഹ ഫ്ലൈ ദുബായ് വിമാനം യാത്ര തടസ്സപ്പെട്ടു. ഷാർജ അബഹ എയർ അറേബ്യ വിമാനവും യാത്ര റദ്ദാക്കി. എന്നാൽ അബഹയുമായി ബന്ധിപ്പിച്ചുള്ള റിയാദ്, ജിദ്ദ, ദമാം, മദീന, തബൂക്ക് തുടങ്ങിയ ആഭ്യന്തര സർവീസുകൾക്ക് തടസ്സം നേരിട്ടിട്ടില്ല. അമേരിക്കൻ സൈന്യം ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചാൽ സമാനമായ രീതിയിൽ യുഎഇയിൽ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ സേന പറയുന്നത്. യുഎഇയിലെ പ്രധാന വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് ഭീഷണി. ദുബായ് വിമാനത്താവളം, അബുദാബി വിമാനത്താവളം, ഫുജൈറ തുറമുഖം, ജബൽ അലി തുറമുഖം എന്നിവയ്ക്കാണ് ഇറാന്റെ ഭീഷണിയെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.